ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പോസിഷൻസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി ഇംഗ്ലീഷിലെ ഏകദേശം പ്രിപ്പോസിഷൻസ് ഒക്കെ എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ധാരണ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും എവിടെയും സ്കിപ്പ് ചെയ്യാണ്ട് കറക്റ്റ് കാണുക, എന്നിട്ട് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ വെച്ച് പഠിക്കുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് പ്രിപ്പോസിഷൻസിലേക്ക് പോവാം. എന്താണ് പ്രിപ്പോസിഷൻ? പ്രിപ്പോസിഷൻ ഈസ് എ കണക്റ്റിംഗ് വേർഡ് പ്ലേസ്ഡ് ബിഫോർ നൗൺ ഓർ pronoun to show the relationship of noun or pronoun with other words in a sentence. എന്താ അങ്ങനെ പറഞ്ഞാൽ? പ്രിപ്പോസിഷൻ ഈസ് എ കണക്റ്റിംഗ് വേർഡ്. പ്രിപ്പോസിഷൻ എന്താണ്? ഒരു കണക്റ്റിംഗ് വേർഡാണ്. കണക്റ്റിംഗ് വേർഡ്സ് ആണ് പ്രിപ്പോസിഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് പ്ലേസ്ഡ് ബിഫോർ നൗൺ ഓർ പ്രൊനൗൺ. എവിടെയാണ് അത് പ്ലേസ് ചെയ്യുന്നത്? എവിടെയാണ് അത് ഉണ്ടാവുക? ഏതെങ്കിലും നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ മുന്നിലായിട്ടാണ് ഉണ്ടാവുക. എന്താണ് നൗൺ, പ്രൊനൗൺ? നാമം അല്ലേ? ഓക്കെ. അപ്പോൾ to show the relationship of noun or pronoun with other words in a sentence. ഒരു സെൻറ്റൻസിലുള്ള മറ്റു വാക്കുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ബന്ധത്തെ കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? നമ്മുടെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അല്ലേ? ബുക്ക് ഈസ് ഓൺ ദ ഡെസ്ക്. Book is in the desk. Book is under the desk. ഇപ്പോൾ മൂന്ന് ഒരേപോലെയുള്ള മൂന്ന് വാക്കുകൾ അല്ലേ? മൂന്ന് സെൻറ്റൻസുകൾ അല്ലേ? ഓക്കെ. ബുക്ക് ഈസ് ഓൺ ദ ഡെസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകം ഡെസ്കിൻ്റെ മുകളിലാണ് അല്ലേ? ഡെസ്കിൻ്റെ മുകളിലാണ് എന്തുള്ളത്? പുസ്തകങ്ങൾ. അപ്പോൾ എന്താണ് അവിടെ ഉപയോഗിച്ചത്? ഓൺ അല്ലേ? ഓൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സാധനത്തിൻ്റെ മുകളിൽ അല്ലേ? ഡെസ്കിൻ്റെ മുകളിൽ അല്ലേ? ഓക്കെ. ദെൻ ബുക്ക് ഈസ് ഇൻ ദ ഡെസ്ക്. ഇൻ ദ ഡെസ്ക്, ഡെസ്കിൻ്റെ ഉള്ളിൽ, ഡെസ്കിൻ്റെ അകത്ത്. അതാണ് ഇൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെന്താണ്? ബുക്ക് ഈസ് അണ്ടർ ദ ഡെസ്ക്. ഡെസ്കിൻ്റെ താഴെ, അണ്ടർ താഴെ. ഓക്കെ. അപ്പം മൂന്ന് പ്രിപ്പോസിഷൻസ് നമ്മൾ കണ്ടു അല്ലേ? മൂന്നും വ്യത്യസ്തമായ സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ? പുസ്തകം ഇരിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാനാണ് ആ മൂന്ന് പ്രൊനൗണുകളും ഉപയോഗിച്ചിട്ടുള്ളത്. ആ മൂന്ന് പ്രിപ്പോസിഷൻസുകളും ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ നോക്ക്. ഐ ആം ഗോയിങ് ടു ഓഫീസ്. ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ടു, എങ്ങോട്ടാണോ പോകുന്നത്? ടു എന്നുള്ള പ്രിപ്പോസിഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? ലേക്ക്, ഓഫീസിലേക്ക് അല്ലേ? ദെൻ ഐ ആം കമ്മിങ് ഫ്രം ഓഫീസ്. ഞാൻ ഓഫീസിൽ നിന്ന് വരികയാണ്. അതും എന്താണ്? ഫ്രം, എവിടെ നിന്നാണോ വരുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓഫീസിൽ നിന്ന് അല്ലേ? ഓഫീസിൽ നിന്ന് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഐ ഹാവ് മീറ്റിംഗ് അറ്റ് 3 o'clock. ഒരു സമയം, ഒരു പെർട്ടിക്കുലർ ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മീറ്റിംഗ് എന്താണ്? എനിക്ക് മീറ്റിംഗ് ഉണ്ട് ഇപ്പോൾ അറ്റ് 3 o'clock, 3 മണിക്ക്. അതൊരു കറക്റ്റ് സമയമാണ് അല്ലേ? എത്ര മണിക്ക് എന്നുള്ളതൊരു കറക്റ്റ് സമയമാണ്. 3 മണി എന്നുള്ള ടൈമിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ, ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു പ്രിപ്പോസിഷൻ, അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ബോയ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദ ബെഡ്. ഇതാണ്, ബെഡിലാണ് നമ്മുടെ കുട്ടി കിടക്കുന്നത് അല്ലേ? കുട്ടി ഉറങ്ങുകയാണ് അല്ലേ? ഉറങ്ങുന്നത് എവിടെയാണ്? ഓൺ ദ ബെഡ്, ബെഡിൻ്റെ മുകളിൽ അല്ലേ? ബെഡിൽ കിടന്ന് ഉറങ്ങുകയാണ് എന്നുള്ളതാണ് അല്ലേ? ഓൺ എവിടെയാണ് അല്ലേ? പ്ലേസിനെ സൂചിപ്പിക്കുകയാണ് അല്ലേ? ഓൺ ദ, ഇതിൻ്റെ മുകളിൽ അല്ലേ? ഓൺ, ബെഡിൻ്റെ മുകളിൽ അല്ലേ?
ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് പ്രിപ്പോസിഷൻസ് നോക്കിക്കോ. ഏതൊക്കെയാണ് സാധാരണ പ്രിപ്പോസിഷൻസ്, ഇംഗ്ലീഷ് പ്രിപ്പോസിഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്, നോക്കിക്കോ. അറ്റ്, ഓൺ, ഇൻ, സിൻസ്, ഫോർ, എഗോ, ഓഫ്, ടു, ഫോർ, വിത്ത്, ബൈ, ഫ്രം, ഓഫ്, വിത്ത്, over, under, above, below, behind, in front of, beside, between, among, opposite, near, to, towards, through, up, down, along, across, out of. ഇത്രയും പ്രിപ്പോസിഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഏകദേശം പ്രിപ്പോസിഷൻസ് ഒക്കെ പഠിച്ചു എന്ന് ഉറപ്പിക്കും. അപ്പോൾ നമുക്ക് പ്രിപ്പോസിഷൻസ് എന്തിനൊക്കെ നമ്മൾ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുമെന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ പ്രിപ്പോസിഷൻസ് ആർ യൂസ്ഡ് ടു എക്സ്പ്രസ് നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻക്ലൂഡിങ് ടൈം, ലൊക്കേഷൻ, മാനർ, ക്വാളിറ്റി, പർപ്പസ്, സ്റ്റേറ്റ് ആൻഡ് കണ്ടീഷൻ. ഈ സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കും. എന്തൊക്കെയാണ്? ടൈം, സമയം, ലൊക്കേഷൻ, സ്ഥലം, പ്ലേസ് അല്ലേ, മാനർ, ക്വാളിറ്റി, പർപ്പസ്, സ്റ്റേറ്റ്, കണ്ടീഷൻ, ഇതിനൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. അപ്പോൾ എല്ലാ പ്രിപ്പോസിഷൻസും നമ്മളിങ്ങനെ ഓടിച്ചിട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം എന്നുള്ള പാർട്ടാണ്. എന്താണ് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം, എന്തൊക്കെയാണ് അതിൽ വരുന്ന പ്രിപ്പോസിഷൻസ്, ആ ഒരു ഭാഗത്ത് വരുന്ന പ്രിപ്പോസിഷൻസ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ. പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ഓഫ് നൗൺ ഓർ പ്രോനൗൺ വിത്ത് ടൈം. അതാണ് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം. എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ഓഫ് നൗൺ ഓർ പ്രോനൗൺ വിത്ത് ടൈം. എന്താണ്? ബന്ധം. എന്തുമായിട്ടുള്ള ബന്ധം? നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ ടൈമുമായിട്ടുള്ള, നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ ബന്ധത്തെ അല്ലേ, നൗണിൻ്റെയോ പ്രൊനൗണിൻ്റെയോ ബന്ധത്തെ ടൈമുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ഈ ഇവിടെയുള്ള പ്രിപ്പോസിഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റിൽ ഓൺ എന്നുള്ള പ്രിപ്പോസിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് ബിഫോർ ഡേ, ദിവസങ്ങൾക്ക് മുന്നിൽ. ബിഫോർ ഡേറ്റ്, ദിവസങ്ങൾ തന്നെയാണ് എന്ത്, ദിവസത്തിന് മുമ്പിലും അതുപോലെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ്, ഒരു ഡേറ്റുകൾക്ക് മുമ്പിൽ ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം എന്നുള്ള ഭാഗത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണം നേരെ താഴെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്ക്. ഹി വിൽ കം ഓൺ ഫ്രൈഡേ, ദിവസമാണ്, ദിവസം. എന്താണ്? ഹി വിൽ കം ഓൺ ഫ്രൈഡേ, അവൻ വരും എന്ന്, വെള്ളിയാഴ്ച. അതൊരു ദിവസമാണ് അല്ലേ. അതുപോലെ തന്നെ ബിഫോർ ഡേറ്റ്, എന്താണ്? ഒരു തീയതി അല്ലേ, തീയതിക്ക് എങ്ങനെയാണ് യൂസ് ചെയ്തത് നോക്കിക്കോ. ദ മാച്ച് ഈസ് ഓൺ 8th മാർച്ച്. എന്താണ്? ദ മാച്ച് ഈസ് ഓൺ 8th മാർച്ച്, മാർച്ച് 8-നാണ് മാച്ച് നടക്കുന്നത്. ഓക്കെ, സോ പ്രിപ്പോസിഷൻ ഫസ്റ്റിൽ ഓൺ എന്നുള്ള പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ കണ്ടു അല്ലേ. ടൈമുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ടൈം നൗണിനെയും പ്രൊനൗണിനെയോ ടൈമുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊനൗണാണ് ഓൺ അല്ലേ. ദെൻ അറ്റ് എന്നുള്ള പ്രൊനൗൺ നോക്കാം. അതിൽ ഉപയോഗിക്കുന്നത് പോയിന്റ് ഓഫ് ടൈം, ഒരു സമയത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ഒന്നാമത്. അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, ഒരു ഫെസ്റ്റിവൽസിൻ്റെ ഒക്കെ മുന്നിൽ. മീൽ ടൈം, അതുപോലെ ഇൻഡെഫിനിറ്റ് പീരീഡ്, അറിയാത്തൊരു സമയം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, അത് ഉദാഹരണങ്ങൾ താഴെയുണ്ട്. മീറ്റിംഗ് സ്റ്റാർട്ട് അറ്റ് 6 PM, ഒരു പെർട്ടിക്കുലർ ടൈമാണ് അല്ലേ. ഈ സമയത്ത് ഏതാണ് സമയം? അറ്റ് 6 PM, 6 മണിക്ക്. മീറ്റിംഗ് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കിക്കോ, വി മേക്ക്
ലോട്ട് ഓഫ് സ്വീറ്റ് അറ്റ് ദിവാലി. ദിവാലി ഒരു ഫെസ്റ്റിവലാണ് അല്ലേ, അതിൻ്റെ മുന്നിൽ അല്ലേ, ഫെസ്റ്റിവൽ ആഘോഷങ്ങൾക്ക് മുന്നിൽ എന്നാണ്, ഫെസ്റ്റിവലിൻ്റെ മുന്നിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഘോഷം അല്ലേ. ഇപ്പം വി മേക്ക് ലോട്ട് ഓഫ് സ്വീറ്റ് അറ്റ് ദിവാലി, വിൽ മേക്ക് ലോട്ട് ഓഫ് സ്വീറ്റ് അറ്റ് പെരുന്നാൾ അല്ലേ. നമ്മൾ ആഘോഷങ്ങളാണെങ്കിൽ പെരുന്നാൾ, ഓണം, വിഷു, ഇതിൻ്റെയൊക്കെ അങ്ങനത്തെ ഓരോന്നിൻ്റെ മുന്നിൽ നമുക്ക് അറ്റ് ചേർത്ത് കൊടുക്കാം. വി മേക്ക് ലോട്ട് ഓഫ് സ്വീറ്റ് അറ്റ് ദിവാലി, ഓണം, വിഷു, പെരുന്നാൾ, ഇതൊക്കെ അല്ലേ. ദെൻ വി വിൽ ഡിസ്കസ് അറ്റ് ലഞ്ച്. എന്താണ്? ഭക്ഷണ സമയമാണ്, മീൽ ടൈം, ഭക്ഷണ സമയം അല്ലേ. നമുക്കിത് എപ്പോൾ ഡിസ്കസ് ചെയ്യാം? ലഞ്ച് ടൈമിൽ. ഇത് എന്നത്തെ എന്നുള്ളതൊന്നും ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നില്ല. ഏത് വർഷത്തെ ഫെസ്റ്റിവൽ, ഏത് സമയത്ത്, ഏത് ദിവസത്തെ സമയം എന്നൊന്നും പെർട്ടിക്കുലർ അല്ല അല്ലേ. ഇവിടെ ഒന്നും പെർട്ടിക്കുലർ ടൈം എന്നുള്ളതില്ല അല്ലേ, ഒരു സമയമാണ് അല്ലേ. ആ സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ ഇൻഡെഫിനിറ്റ് പീരീഡ്. എന്താണ്? സ്റ്റാർ ഷൈൻസ് അറ്റ് നൈറ്റ്. എന്താണ്? നക്ഷത്രങ്ങൾ രാത്രിയിൽ തിളങ്ങും അല്ലേ. ദെൻ നമുക്ക് അടുത്തൊരു പ്രിപ്പോസിഷൻ നോക്കാം. ഇൻ സീസണെ സൂചിപ്പിക്കാൻ, അതുപോലെ വർഷത്തെ, ഇയർ അല്ലേ, മന്ത്, മാസങ്ങളെ, പാർട്ട് ഓഫ് ഡേ, ദിവസങ്ങളിലെ ഏതെങ്കിലും ഒരു പാർട്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഷോ ഫ്യൂച്ചർ സം ടൈം, ഫ്യൂച്ചറിൽ വരാനുള്ള സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ടിങ് ഫ്രം നൗ, ഇപ്പോൾ മുതൽ എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. എന്താണ്? ഉദാഹരണം നോക്കിക്കോ. വി വിയർ വുളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ സീസൺ. ഒരു സീസണാണ് അല്ലേ, വിൻ്റർ സീസൺ, ഇൻ വിൻ്റർ സീസൺ അല്ലേ. എന്താണ്? നമ്മൾ ധരിക്കും, വുളൻ ക്ലോത്ത്സുകളൊക്കെ ധരിക്കും വിൻ്റർ സീസണിൽ അല്ലേ, തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വുളൻ ക്ലോത്ത്സ് ആണ് നമ്മൾ ധരിക്കുക അല്ലേ. അതൊരു സീസണിൻ്റെ മുന്നിലാണ് നമ്മൾ ഇന്നിനെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. വി യൂസ് അംബർല ഇൻ മൺസൂൺ സീസൺ അല്ലേ. മഴക്കാലത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അംബർല യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സീസൺ അല്ലേ, നമ്മൾ അംബർല യൂസ് ചെയ്യും ഇൻ, ഈ സീസണിൽ അല്ലേ. മറ്റേതെന്താണ്? അറ്റിൻ്റെ എന്താണ്? അറ്റ്, ഈ സമയത്ത് അല്ലേ. മാർച്ച് 8 അല്ലേ, ന്, ഓൺ, ആ ദിവസം അല്ലേ, ന്. ഇതുപോലെ വെള്ളിയാഴ്ച ദിവസം അല്ലേ, വെള്ളിയാഴ്ചയിൽ അല്ലേ, വെള്ളിയാഴ്ച എന്നുള്ളൊരു ദിവസം അല്ലേ. ദെൻ നമുക്ക് നോക്കാം. ഷി വാസ് ബോൺ ഇൻ 1985. നമ്മൾ കാണുന്നതാണ് എപ്പോഴും നമ്മുടെ ഓതേഴ്സിനൊക്കെ പഠിക്കുമ്പോൾ ബോൺ ഇൻ കേട്ടിട്ടുണ്ടാവും അല്ലേ. ബോൺ ഇൻ 1985 അല്ലേ. ദെൻ മൈ ബർത്ത്ഡേ കംസ് ഇൻ മെയ് മാസത്തിലാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത് അല്ലേ. ഫ്യൂച്ചറാണ് അല്ലേ, ഫ്യൂച്ചർ ടൈമാണ് അല്ലേ. ഐ വിൽ കം ബാക്ക് ഇൻ 3 hours. ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ വരാം. ഇപ്പം മുതൽ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ, അതാണെന്ത്? സ്റ്റാർട്ടിങ് ഫ്രം നൗ. ഇപ്പം മുതൽ ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ വരാമെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ വരാം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണത് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ ഉപയോഗിക്കുന്ന എന്താണ്? ഇൻ എന്നുള്ള പ്രിപ്പോസിഷനാണ്. ദെൻ സിൻസ്, സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വാക്കാണ് സിൻസ്. എന്താണ് സിൻസ്? നോക്കിക്കോ. ഫ്രം എ certain പീരീഡ് ഓഫ് ടൈം ടിൽ നൗ. ഒരു പീരീഡ് ഓഫ് ടൈമാണ്, ഒരു സമയത്തിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈമാണ്. ഐ ആം വർക്കിംഗ് ഇൻ ദിസ് കമ്പനി സിൻസ് 2005. 2005 മുതൽ ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അന്ന് മുതൽ ഇന്ന് വരെ അല്ലേ, ഒരു പീരീഡ് ഓഫ് ടൈമാണ് അല്ലേ. ഇപ്പോഴും ഞാൻ എന്താണ്, അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. ഈ കമ്പനിയിൽ ആ 2005 മുതൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ അല്ലേ, സിൻസ് എന്നുള്ളതിൻ്റെ എന്താണ്, വർക്കിംഗ് ഇൻ ദിസ് കമ്പനി അല്ലേ. കമ്പനി എന്ന പ്രൊനൗണിൻ്റെ മുമ്പിൽ അല്ലേ വന്നു ആരെ? ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ അല്ലേ. ദെൻ ദ എക്സാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ 4 പ്രിപ്പോസിഷൻ. അടുത്തത് 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
certain ഡ്യൂറേഷൻ എന്നാണ് നമുക്ക് ഫോറിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പറയാനുള്ളത്. ദ എക്സാം വാസ് കണ്ടക്റ്റഡ് ഫോർ 2 hours. ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ് അല്ലേ, 2 മണിക്കൂറാണ് എക്സാം കണ്ടക്ട് ചെയ്തത് അല്ലേ. നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ 2 മണിക്കൂറാണ് കണ്ടക്ട് ചെയ്തത്. എഗോ, അടുത്തത് എഗോ എന്നുള്ള പ്രിപ്പോസിഷനാണ്. സെർട്ടൻ ടൈം ഇൻ ദ പാസ്റ്റ്, കഴിഞ്ഞു പോയ കാലത്തെ ഒരു പ്രത്യേക സമയം, അതിനെ കുറിച്ചിട്ട് ആണ് നമ്മൾ എഗോ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് നോക്കിക്കോ. 10 years ago, 10 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ, ആ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഐ വാസ് ലിവിങ് ഇൻ മുംബൈ, ഞാൻ മുംബൈയിലാണ് ജീവിച്ചിരുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മുംബൈയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. അടുത്തത് വേറെ ഒന്നുമല്ല, പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ്, സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പ്രിപ്പോസിഷൻസുകൾ, സ്ഥലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസുകളാണ് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് നോക്കാം. ഓക്കെ, എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ഓഫ് നൗൺ ഓർ പ്രൊനൗൺ വിത്ത് ലൊക്കേഷൻ. എന്താണ് ഇത്? നൗണിൻ്റെയും പ്രൊനൗണിൻ്റെയും സ്ഥലത്തെ അല്ലെങ്കിൽ ലൊക്കേഷനെ, ആ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള ബന്ധത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് എന്നുള്ള ഭാഗത്ത് വരുന്ന പ്രിപ്പോസിഷൻസ്. അപ്പോൾ അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് അറ്റ് എന്നുള്ള പ്രിപ്പോസിഷനാണ്. അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. അറ്റ്, ദ കാർ സ്റ്റോപ്പ്ഡ് അറ്റ് ട്രാഫിക് ലൈറ്റ്. കാർ എന്ത് ചെയ്തു? കാർ നിർത്തും. എവിടെയാണ് നിർത്തുക? ട്രാഫിക് ലൈറ്റിൻ്റെ അവിടെ. സ്ഥലമാണ് അല്ലേ, ട്രാഫിക് ലൈറ്റിൻ്റെ അടുത്ത് കാറുകൾ നിർത്തും. ട്രാഫിക് സിഗ്നൽ വരുമ്പോൾ കാറുകൾ നിർത്തും. ഹി സ്റ്റുഡ് അറ്റ് ദ എൻഡ് ഓഫ് ക്യൂ. ക്യൂവിൻ്റെ അവസാനത്തിലാണ് അവൻ നിന്നത് അല്ലേ. അറ്റ് ദ എൻഡ്, അവസാനത്തിൽ അല്ലേ, ക്യൂവിൻ്റെ അവസാനത്തിൽ. അറ്റ് ട്രാഫിക് ലൈറ്റിൻ്റെ അടുത്ത് അല്ലേ. ആ ഒരു സ്ഥലം ഏതാണ്? പെർട്ടിക്കുലർ സ്ഥലമാണ് അല്ലേ. ക്യൂവിൻ്റെ അവസാനത്തിൽ ട്രാഫിക് ലൈറ്റിൻ്റെ അവിടെ എന്നൊക്കെ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലേ. ദെൻ ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ പ്ലേസ് ഉപയോഗിക്കുന്ന ഭാഗത്തും ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ വരും. ദ ബുക്ക് ഈസ് ലൈയിങ് ഓൺ ദ ഷെൽഫ്. പുസ്തകം എവിടെയാണ്? ഓൺ ദ ഷെൽഫ്, ഷെൽഫിൻ്റെ അകത്താണ് അല്ലേ. ആ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദ ക്ലോക്ക് ഈസ് ഹാങ്ങിങ് ഓൺ ദ വാൾ. ക്ലോക്ക് എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്? ഓൺ ദ വാൾ, ചുമരിന്മേൽ അല്ലേ. ഷെൽഫിന്മേൽ എന്തുണ്ട്? പുസ്തകം ഇരിക്കുന്നുണ്ട് അല്ലേ. ദെൻ മൂന്നാമത്തത് ഇൻ. ദ മിൽക്ക് ഈസ് ഇൻ ദ ബോട്ടിൽ. പാല് അകത്ത് എന്നുള്ള ഒരു പ്ലേസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബോട്ടിലിനകത്ത്, ഇൻ ദ ബോട്ടിലിനകത്ത്. ഫ്രൂട്ട്സ് ആർ ഇൻ ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിനകത്താണ് ഫ്രൂട്ട്സ് ഉള്ളത്. മനസ്സിലായല്ലോ ഏതൊക്കെയാണ്? അറ്റ്, അടുത്ത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാർ സ്റ്റോപ്പ് അറ്റ് ട്രാഫിക് ലൈറ്റ്. ട്രാഫിക് ലൈറ്റിൻ്റെ അടുത്ത് കാറുകൾ നിർത്തും അല്ലേ. ദെൻ ഹി സ്റ്റുഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ക്യൂ. ക്യൂവിൻ്റെ അവസാനത്തിൽ അവൻ നിൽക്കുന്നത് അല്ലേ. ദെൻ ഒരു സ്ഥലം അല്ലേ. ഓൺ ദ വാൾ, വാളിന്മേൽ. ഏതാണ്? ചുമരിന്മേൽ. മറ്റത് ഓൺ ദ ഷെൽഫ്, ഷെൽഫിന്മേൽ ആണ് പുസ്തകം ഇരിക്കുന്നത്. ക്ലോക്ക് തൂക്കിയിട്ട് ഇരിക്കുന്നത് എവിടെയാണ്? ചുമരിന്മേലാണ് അല്ലേ, ഇതിന്മേൽ അല്ലേ, ആ ഒരു സ്ഥലം അല്ലേ. ദെൻ ഇൻ
എന്താണ് അകത്ത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. മിൽക്ക് ബോട്ടിലിനകത്താണ് എന്നും അതുപോലെ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിനകത്താണ് എന്നും അല്ലേ, ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ അല്ലേ, ആ ഒരു സംഭവത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ദെൻ മറ്റൊന്ന് ഓവർ, മുകളിൽ എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദ ഫാൻ വാസ് ജസ്റ്റ് ഓവർ മൈ ഹെഡ്, എൻ്റെ തലക്ക് മുകളിലാണ് എന്ത് ഫാൻ ഉണ്ടായിരുന്നത്. ദ ഫാൻ വാസ് ജസ്റ്റ് ഓവർ മൈ ഹെഡ്, എൻ്റെ തലക്ക് മുകളിലായിരുന്നു. ദ കോക്കനട്ട് ഫെൽ ഓവർ ഹിസ് ഹെഡ്, എന്താണ് തേങ്ങ അദ്ദേഹത്തിൻ്റെ തലയിലാണ് വീണത്. മുകളിൽ നിന്ന് തലയിലേക്ക് വീണു. ഫെൽ ഓവർ, തലക്ക് മുകളിലേക്ക് അല്ലേ. ദെൻ മുകളിൽ എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്, തലയുടെ മുകൾ ഭാഗം മുകളിൽ എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. ദെൻ അണ്ടർ, അടുത്തത് അണ്ടർ. അണ്ടർ എന്ന് യൂസ് ചെയ്യുന്നത് ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീ, ചുവട്ടിൽ, താഴെ ചുവട്ടിൽ എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ അണ്ടർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡോഗ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീ, മരത്തിന് ചുവട്ടിലാണ് കിടക്കുന്നത് അല്ലേ, അണ്ടർ താഴെ ചുവട്ടിൽ. കാർ ഈസ് സിറ്റിംഗ് അണ്ടർ ദ ഫാൻ, കാറ് നിർത്തിയിട്ടിരിക്കുന്നത് ഇരിക്കുന്നത് എവിടെയാണ്, അണ്ടർ ദ ഫാൻ, ഫാനിൻ്റെ ചുവട്ടിലാണ് അല്ലേ. കാറ് നിർത്തിയിട്ടിരിക്കുന്നത് അണ്ടർ ദ ഫാൻ, ഫാനിൻ്റെ ചുവട്ടിലാണ്. ദെൻ അടുത്തത് എബവ് എന്നുള്ള പ്രിപ്പോസിഷനാണ്. ദർ ഈസ് എ സ്വീറ്റ് ഷോപ്പ് എബവ് ദിസ് ഫ്ലോർ, എന്താണ് അതും എബവ്, ഈ ഒരു ഇതിൻ്റെ മുകളിൽ എന്നുള്ളത് തന്നെയാണ് ഇവിടെയും എബവ് എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. എന്താണ് ദർ ഈസ് എ സ്വീറ്റ് ഷോപ്പ്, അവിടെ ഒരു മധുര പലഹാരത്തിൻ്റെ കച്ചവട സ്ഥാപനമുണ്ട്, സ്വീറ്റ് ഷോപ്പ് അല്ലേ. എവിടെയാണ്, എബവ് ദിസ് ഫ്ലോർ, ഈ ഫ്ലോറിൻ്റെ മുകളിൽ, എബവ് മുകളിൽ. ദെൻ ബിലോ, താഴെ, എബവ് മുകളിൽ, ബിലോ താഴെ. ഫിഷസ് ആർ ബിലോ ദ വാട്ടർ, വെള്ളത്തിൻ്റെ അടിയിലാണ് എന്തുള്ളത്, ഫിഷസ് ഉള്ളത്, വെള്ളത്തിൻ്റെ താഴെയാണ് മീനുകൾ ഉള്ളത്. ഓക്കെ, ദെൻ അടുത്തത് ഇൻ ഫ്രണ്ട് ഓഫ്, മുൻഭാഗത്ത്, എന്താണ് ദർ ഈസ് എ പ്ലേ ഗ്രൗണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് സ്കൂൾ, എന്താണ് ഈ സ്കൂളിൻ്റെ മുൻവശത്ത് എന്തുണ്ട്, ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, കളിസ്ഥലമുണ്ട് മുൻവശത്ത് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് ഇൻ ഫ്രണ്ട് എന്നുള്ള വാക്ക്, ഇൻ ഫ്രണ്ട് ഓഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, ഇൻ ഫ്രണ്ട് ഓഫ്. അടുത്തത് ബിഹൈൻഡ് എന്നുള്ള വാക്കാണ്. അപ്പോൾ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിറകിൽ, പിറകിൽ എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് ബിഹൈൻഡ് എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ദർ ഈസ് എ ടെമ്പിൾ ബിഹൈൻഡ് മൈ ഹൗസ്, എൻ്റെ വീടിൻ്റെ പിന്നിൽ എന്തുണ്ട്, ഒരു ടെമ്പിൾ ഉണ്ട്, ഒരു ടെമ്പിൾ, ഒരു ക്ഷേത്രമുണ്ട് അല്ലേ. ദെൻ ബിസൈഡ്, അടുത്ത്, അടുത്ത് എന്നുള്ളതിനെയാണ് ബിസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷീ ഈസ് സിറ്റിംഗ് ബിസൈഡ് മീ ഇൻ എക്സാം, എന്താണ് പരീക്ഷയ്ക്ക് അവൾ എൻ്റെ അടുത്താണ് ഇരുന്നിരുന്നത്. ഷീ ഈസ് സിറ്റിംഗ് ബിസൈഡ് മീ ഇൻ എക്സാം, എക്സാമിന് അവൾ എൻ്റെ അടുത്താണ് ഇരുന്നിരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ബിസൈഡ്, പ്ലേസ് ആണ് അല്ലേ, അടുത്ത് അല്ലേ. ദെൻ ബിറ്റ്വീൻ, ഇടയിൽ, ഇടയിൽ എന്നുള്ളതാണ് ബിറ്റ്വീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടേബിൾ ഈസ് ലൈങ് ബിറ്റ്വീൻ ദ ടു ചെയേഴ്സ്, ടേബിൾ എവിടെയാണ് ഇരിക്കുന്നത്, ബിറ്റ്വീൻ ദ ടു ചെയേഴ്സ്, രണ്ട് കസേരകൾക്കിടയിലാണ് ടേബിൾ ഇരിക്കുന്നത്. ഓക്കെ, അതൊരു പ്ലേസിനെ സൂചിപ്പിക്കാനാണ് ബിറ്റ്വീൻ, ഇതിൻ്റെ ഇടയിൽ അല്ലേ. ദെൻ അതുപോലെ 5 കംസ് ഇൻ ബിറ്റ്വീൻ 4 and 6, 4ൻ്റെയും 6ൻ്റെയും ഇടയിലാണ് 5 വരുന്നത്, നമുക്കറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത് ബിറ്റ്വീൻ, ഇടയിൽ. ദെൻ ഓപ്പോസിറ്റ്, എതിർഭാഗത്ത്, അങ്ങേ ഭാഗത്ത്, ഓപ്പോസിറ്റ്. നോക്കാം, ദർ ഈസ് എ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ടു ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിൻ്റെ എതിർവശത്തായിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം അല്ലേ. ഓപ്പോസിറ്റ്, അതും ഒരു പ്രിപ്പോസിഷനാണ്. നിയർ, അടുത്ത്, നിയർ അടുത്ത്. ഇതാണ് ദർ ഈസ് എ ബാങ്ക് നിയർ മൈ ഹൗസ്, എൻ്റെ വീടിൻ്റെ അടുത്ത് എന്തുണ്ട്, ഒരു ബാങ്ക് ഉണ്ട്. നിയർ, അടുത്ത്, അടുത്ത് എന്തുണ്ട്, ഒരു ബാങ്ക് ഉണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊരു അടുത്തായിട്ടൊരു ബാങ്ക് ഉണ്ട്, അതും ഒരു പ്ലേസ് അല്ലേ, ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു
ലൊക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ദെൻ എമങ്, ഇടയിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്ന് അല്ലേ, കൂട്ടത്തിൽ നിന്ന് എന്ന്, ഇടയിൽ നിന്ന് എന്നൊക്കെ സൂചിപ്പിക്കാനാണ് എമങ് എന്നുള്ള ആ ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. നോക്കാം. ചൂസ് എനി വൺ എമങ് ഓൾ കളർ അല്ലേ, ഈ കളറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒന്നെടുക്കാൻ അല്ലേ, ഇതിൽ നിന്ന് ഒന്നെടുക്കുക അല്ലേ. അപ്പോൾ അതുപോലെ ദ റാബിറ്റ് ഹൈഡ് എമങ് ദ ബുഷസ്, ബുഷിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, ഈ ബുഷുകൾക്കിടയിലാണ് മുഴൽ ഒളിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് ഇത്രയേ ഉള്ളൂ. പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നൗണ് ഓർ പ്രോനോണുമായിട്ടുള്ള, നൗണിൻ്റെയോ പ്രോനോണിൻ്റെയോ റിലേഷൻഷിപ്പ് എന്തുമായിട്ട്, സ്ഥലവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എക്സ്പ്രസ് ചെയ്യാനാണ് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഇനി അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗം പ്രിപ്പോസിഷൻസ് ഓഫ് ഡയറക്ഷൻ എന്നുള്ള ഭാഗമാണ്. നമ്മളുടെ ഒരു ഡയറക്ഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ഒരു പ്രിപ്പോസിഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉപയോഗിച്ച പ്രിപ്പോസിഷൻസ് ഒക്കെ ഇതിലും ഉണ്ടാവും, പക്ഷേ ഈ പ്രിപ്പോസിഷൻസ് ഒക്കെ ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, എങ്ങനെ നമ്മൾ ഡയറക്ഷനെ സൂചിപ്പിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് പ്രിപ്പോസിഷൻസ് ഓഫ് ഡയറക്ഷൻ എന്ന് നോക്കാം. എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ഓഫ് നൗൺ ഓർ പ്രോനൗൺ വിത്ത് ഡയറക്ഷൻ, ഡയറക്ഷനുമായിട്ടുള്ള ബന്ധത്തെ, ആ ഒരു റിലേഷൻഷിപ്പിനെ, പ്രോനൗണും നൗണും ഒക്കെ ആയിട്ടുള്ള ഡയറക്ഷനുമായിട്ടുള്ള ആ ബന്ധത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള പ്രിപ്പോസിഷൻസുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പ്രിപ്പോസിഷൻസ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ടു എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ. വി ആർ ഗോയിങ് ടു സൂ, ഞങ്ങൾ മൃഗശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡയറക്ഷനാണ്, നേരെ മൃഗശാലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഹി വെൻറ്റ് ടു ദ ലാബ്, അവൻ ലാബിലേക്ക് പോവുകയാണ് അല്ലേ, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹി വെൻറ്റ്, പോയി, അവൻ ലാബിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ഡയറക്ഷനാണ്. എങ്ങോട്ടാണ് പോയത്, ലാബിലേക്ക് പോയി അല്ലേ. അത് ഒരു ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ലാബിലേക്ക് അവൻ ലാബിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ മൃഗശാലയിലേക്ക് പോവുകയാണ് അല്ലേ. ദെൻ ടുവാർഡ്സ് എന്നുള്ള ഒരു പ്രിപ്പോസിഷനാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ഹി ത്രൂ ദ ബോൾ ടുവാർഡ്സ് മീ, ടുവാർഡ്സ് നേരെ അല്ലേ. എന്താണ്, അവൻ ഒരു ബോൾ അല്ലേ. ഹി ത്രൂ എ ബോൾ, എറിഞ്ഞു, എന്ത്, എ ബോൾ, ഒരു ബോൾ. ടുവാർഡ്സ് മീ, എൻ്റെ നേരെ എറിഞ്ഞു, എൻ്റെ നേരെ അവനൊരു ബോൾ എറിഞ്ഞു അല്ലേ. എൻ്റെ നേരെ, അതൊരു ഡയറക്ഷനാണ്, എനിക്ക് നേരെ അല്ലേ. ദെൻ ദ ട്രക്ക് ഈസ് കമ്മിങ് ടുവാർഡ്സ് മീ, ആ ട്രക്ക് എൻ്റെ നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ട്രക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ നേരെയാണ് അല്ലേ. നമ്മൾ പറയില്ലേ, ആ ലോറി എൻ്റെ നേരെയാണല്ലോ വരുന്നത് എന്ന് പറയും അല്ലേ, അങ്ങനെ പറയലുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് ടുവാർഡ്സ്, ആ ഒരു ഡയറക്ഷൻ, നേരെ എന്നുള്ള ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടുവാർഡ്സ് എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. ഇൻടു എന്താണ് നോക്കാം. ഇൻടു, ഹി ജംപ്ഡ് ഇൻടു ദ റിവർ, ഇതിലേക്ക് എടുത്ത് ചാടി അല്ലേ. എന്താണ്, ജംപ് ഇൻടു ദ റിവർ, റിവറിലേക്ക് അല്ലേ, അതൊരു ഡയറക്ഷനാണ്. റിവറിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടി അല്ലേ. ദെൻ ഒന്നുകൂടി നോക്കാം. വി വെൻ സ്ട്രൈറ്റ് ഇൻ ടു ദ ഓഫീസ്, ഞങ്ങൾ നേരെ എവിടേക്ക് പോയി, ഓഫീസിലേക്ക് പോയി അല്ലേ. ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് പോയി. ദെൻ അടുത്ത ഒരു പ്രിപ്പോസിഷൻ നോക്കാം. അപ്പ്, ഷീ ക്ലൈംബ്ഡ് അപ്പ് ദ സ്റ്റെയർസ്, അവൾ ക്ലൈംബ്ഡ്, കയറി, എവിടെ, അപ്പ് ദ സ്റ്റെയർ, സ്റ്റെപ്പുകൾ, പടികൾ, മുകളിലേക്ക് കയറി. അപ്പ്, മുകളിലേക്ക്. ഡൗൺ, താഴേക്ക്. ഇപ്പം അപ്പിൻ്റെ ഓപ്പോസിറ്റാണ് ഡൗൺ താഴേക്ക്. ഷീ ഫെൽ ഡൗൺ ദ സ്റ്റെയർസ്, അവൾ പടികളിൽ നിന്ന് താഴേക്ക് വീണു അല്ലെങ്കിൽ ഇറങ്ങി, വീണു, ഇറങ്ങി എന്നൊക്കെ നമുക്ക് പറയാം. ദെൻ അടുത്തത് ത്രൂ, നേരെ എന്നുള്ളത് തന്നെയാണ് ത്രൂ. ദ റിവർ പാസ്ഡ് ത്രൂ ദ വില്ലേജ്, അതിലൂടെ എന്നുള്ളതാണ് നമ്മളവിടെ ത്രൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ത്രൂ,
ദ റിവർ പാസസ് ത്രൂ ദ വില്ലേജ്. വില്ലേജിലൂടെയാണ് ആ ഒരു നദി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ത്രൂ, അതിലൂടെ. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലൂടെയാണ് അല്ലേ. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാടത്തിലൂടെയാണ്. ത്രൂ ദ പാസേജ്, ത്രൂ ദ സീസൺ എന്നൊക്കെ പറയും അല്ലേ നമ്മൾ. ദെൻ അലോങ്, അടുത്തത് അലോങ് എന്നുള്ള പ്രിപ്പോസിഷനാണ്. എവിടെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. ദേ വെൻറ്റ് ഫോർ എ വാക്ക് അലോങ് ദ ബീച്ച്. ബീച്ചിലൂടെ അല്ലേ, ബീച്ചിൻ്റെ സമാന്തരമായി ബീച്ചിലൂടെയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പോയി എന്തിന്, ഒരു വാക്കിന്, നടത്തത്തിന് പോയി. എവിടെ, അലോങ് ദ ബീച്ച്, ബീച്ചിലൂടെയുള്ള നടത്തത്തിന് അല്ലേ. ദെൻ ഓവർ, പ്ലെയിൻ ഫ്ലൂ ഓവർ ദ റിവർ. പുഴയുടെ മുകളിലൂടെയാണ് വിമാനം പറക്കുന്നത്, അതും ഒരു ഡയറക്ഷനാണ് അല്ലേ, മുകളിലൂടെ അല്ലേ. ഹി ജംപ്ഡ് ഓവർ ദ വാൾ, അവൻ മതിലിന് മുകളിലൂടെ ചാടി. ജംപ്ഡ് ഓവർ ദ വാൾ, അത് മുകളിലൂടെ, ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓവർ എന്നുള്ളത് പറയുന്നത്. ഓവർ എന്നുള്ള പ്രിപ്പോസിഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ ഓഫ് എന്നുള്ള മറ്റൊരു പ്രിപ്പോസിഷൻ ഉണ്ട്. ദ ബുക്ക് ഫെൽ ഓഫ് ദ ടേബിൾ. എന്താണ്, ദ ബുക്ക് ഫെൽ, ബുക്ക് വീണു. ഓഫ് ദ ടേബിൾ, ടേബിളിൽ നിന്ന്. ഹി ഫെൽറ്റ് ഓഫ് ദ ബൈസിക്കിൾ. ഹി ഫെൽ ഓഫ് ദ ബൈസിക്കിൾ, ബൈസിക്കിളിൽ നിന്ന് അല്ലേ, അതിൽ നിന്ന് എന്നുള്ള ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഫെൽ ഓഫ് ദ ബൈസിക്കിൾ, അവൻ സൈക്കിളിൽ നിന്ന് വീണു. ദെൻ ഔട്ട് ഓഫ്, അടുത്തത് ഔട്ട് ഓഫ് എന്നുള്ള ഒരു പ്രിപ്പോസിഷനാണ്. ഹി ടുക്ക് ദ ബുക്ക് ഔട്ട് ഓഫ് ദ ബാഗ്, ബാഗിൽ നിന്ന് അല്ലേ. ഔട്ട് ഓഫ്, ബാഗിനുള്ളിൽ നിന്ന്, ഉള്ളിൽ നിന്ന് എന്നുള്ളതാണ് ഔട്ട് ഓഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ടുക്ക് ദ ബുക്സ്, അവൻ എടുത്തു, പുസ്തകങ്ങൾ എടുത്തു. എവിടുന്ന്, ഔട്ട് ഓഫ് ദ ബാഗ്, ബാഗിനുള്ളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രിപ്പോസിഷൻസ് ഓഫ് ഡയറക്ഷൻ. അതും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് അതൊരു ഡയറക്ഷനായി മാറുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇത്രയാണ്, ഈ 3 കാര്യങ്ങളാണ് പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം, പ്ലേസ്, ഡയറക്ഷൻ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഇനി ബാക്കി എന്തൊക്കെ പ്രിപ്പോസിഷൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കിയാൽ ഈ പ്രിപ്പോസിഷൻസിൻ്റെ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അവസാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് അതർ യൂസ് ഓഫ് പ്രിപ്പോസിഷൻസ്, മറ്റ് യൂസേജുകൾ, പ്രിപ്പോസിഷൻസിൻ്റെ മറ്റ് യൂസേജുകളാണ്. നമുക്കതൊന്ന് നോക്കാം. എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ലൈക്ക് പേർപ്പസ്, സ്റ്റേറ്റ്, മാനർ ഓഫ് നൗൺ ഓർ പ്രോനൗൺ. നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ ഓക്കെ പർപ്പസുകളെ കുറിച്ചിട്ട്, സ്റ്റേറ്റുകളെ കുറിച്ചിട്ട്, മാനേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രിപ്പോസിഷൻസുകൾ ഉപയോഗിക്കും. അപ്പോൾ അതെതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, ഫോർ. ഫോർ നമ്മൾ ഉപയോഗിക്കുക പീരീഡ് ഓഫ് ഡ്യൂറേഷൻ, ഒരു സമയം അല്ലേ, ഒരു സമയത്തിൻ്റെ ഒരു പീരീഡ്, ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലേ. ഹി വാസ് ആബ്സെൻറ്റ് ഫോർ 2 weeks. എന്താണ്, ഹി വാസ് ആബ്സെൻറ്റ് ഫോർ 2 weeks. 2 ആഴ്ചയായിട്ട് അവൻ ലീവാണ്, ആബ്സെൻ്റ് ആണ്, കാണാനില്ല. ദെൻ ഷോ ദ പേർപ്പസ്, പർപ്പസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഐ വെൻറ്റ് ടു ദ പാർക്ക് ഫോർ എ വാക്ക്. ഞാൻ പാർക്കിലേക്ക് പോവാണ്. എന്തിനാണ് പോയത്, എന്തിനാണ് പോകുന്നത്, ഫോർ എ വാക്ക്. ഐ വെൻറ്റ് ടു ദ പാർക്ക് ഫോർ എ വാക്ക്. ഞാൻ പാർക്കിലേക്ക് പോയി ഫോർ എ വാക്ക്, ഒരു നടത്തത്തിന് വേണ്ടിയിട്ട്. എന്താണ് അതുകൊണ്ട് അവിടെയുള്ള നമ്മുടെ പ്രിപ്പോസിഷൻ എന്താണ്, ഫോർ എന്നുള്ള പ്രിപ്പോസിഷനാണ് അല്ലേ. എന്തിനു വേണ്ടി, പർപ്പസ് ആണ് അല്ലേ, നടത്തത്തിന് വേണ്ടി അല്ലേ. ഐ വെൻറ്റ് ടു ദ പാർക്ക്, നടക്കാൻ വേണ്ടി ഞാൻ പാർക്കിലേക്ക് പോയി അല്ലേ.
ദെൻ അടുത്ത ഒന്ന് ഫ്രം, അത് ടെൽ സോഴ്സ് ഓഫ് സംതിങ്, സോഴ്സിനെ കുറിച്ചിട്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ സോഴ്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്. മൈ ഫാദർ കെയിം ഫ്രം ലണ്ടൻ, എന്താണ്, എൻ്റെ ഫാദർ ലണ്ടനിൽ നിന്ന് വന്നു. ഐ ബോട്ട് ഫ്രൂട്ട്സ് ഫ്രം ദ മാർക്കറ്റ്, ഐ ബോട്ട് ഫ്രൂട്ട്സ് ഫ്രം ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ നിന്ന് എന്ത് വാങ്ങി, ഫ്രൂട്ട്സ് വാങ്ങി. അതിൽ നിന്ന്, ഇതിൽ നിന്ന് എന്നൊക്കെ അല്ലേ, എവിടെ നിന്നാണ് വരുന്നത് അല്ലേ, അതാണ് സോഴ്സ് അല്ലേ, എവിടെ നിന്നാണ് വരുന്നത്, ലണ്ടനിൽ നിന്നാണ് വരുന്നത് അല്ലേ. എവിടെ നിന്നാണ് വാങ്ങിയത്, മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത് അല്ലേ. ദെൻ അതുപോലെ ഒന്ന് വിത്ത്, ഷോസ് കമ്പനി ഓർ അസോസിയേഷൻ. ഷീ ഈസ് കട്ടിങ് കേക്ക് വിത്ത് എ നൈഫ്, ഷീ ഈസ് കട്ടിങ് കേക്ക് വിത്ത് എ നൈഫ്, അവളൊരു നൈഫ് ഉപയോഗിച്ച്, കത്തി ഉപയോഗിച്ച് കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഹീ ഈസ് റൈറ്റിംഗ് വിത്ത് എ ബ്ലാക്ക് പെൻ, അവനൊരു കറുത്ത പേന ഉപയോഗിച്ചിട്ടാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊത്താണ് പുറത്തു പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ കമ്പനി, എന്താണ് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഒരു അസോസിയേഷൻ, അതിനെക്കുറിച്ചിട്ടാണ്, എന്തുപയോഗിച്ചിട്ടാണ്, എന്താണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എന്നുള്ളതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിത്ത് എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ ബൈ, ബൈ എന്നുള്ളതാണ് അവസാനത്തെ പ്രിപ്പോസിഷൻ. ടെൽ പേഴ്സൺ ഡിഡ് സംതിങ്, ടെൽസ് പേഴ്സൺ ഡിഡ് സംതിങ്, എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അതുപോലെ അതിനൊരു ഉദാഹരണം നോക്ക്, ദ ബുക്ക് ഈസ് റിട്ടൺ ബൈ ജെയിംസ് അല്ലേ, നമ്മൾ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. ദ ബുക്ക് ഈസ് റിട്ടൺ ബൈ ജെയിംസ്, ഈ പുസ്തകം എഴുതിയത് ജെയിംസ് ആണ് അല്ലേ. ആരാണ്, ഡിഡ് സംതിങ്, ടെൽ പേഴ്സൺ ഡിഡ് സംതിങ്, ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ കുറിച്ചിട്ട് പറയാൻ അല്ലേ. ദെൻ അതുപോലെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന, യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം, ട്രാൻസ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ട് പറയാൻ. എന്താണ്, ഹീ ഈസ് ഗോയിങ് ബൈ ബസ്, അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹീ ഈസ് ഗോയിങ് ബൈ ബസ്, ബസ്സിലാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ബൈ ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രിപ്പോസിഷൻസ് ഏകദേശമൊക്കെ നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു, ബൈ.